ശ്രീമതി കൊട്ടാരക്കര ഗംഗയാണ്. നിറഞ്ഞ മനസ്സോടെ ആ കലാകാരിയെ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം അമ്മ. വളരെ സന്തോഷം. എങ്ങനെയാണ് അമ്മ ഈ കഥകളി രംഗത്തേക്ക് കടന്നു വന്നത്? എങ്ങനെയാണ്? അത് രസകരമായ ഒരു സംഭവമാണ്. എൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള കൊട്ടാരക്കര ഭദ്രയുടെ ആവശ്യപ്രകാരം അവർക്ക് കൂട്ടായിട്ട് കഥകളി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്കും എനിക്കും കൂടി എൻ്റെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ പഠനം തുടങ്ങിയത്. അത് എനിക്ക് തുടങ്ങി വെച്ച ഒരു കല. ഞങ്ങൾ രണ്ടുപേരും നാളിതുവരെ ഒപ്പം പോയിക്കൊണ്ടിരുന്നു. ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് വരെ. ഞങ്ങൾക്കത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യവുമായിരുന്നു. കൂട്ടുകാരിയായി പോയി കഥകളി പഠിക്കാൻ തുടങ്ങിയതാണ്. അതെ. അപ്പോൾ പിന്നീട് കൊട്ടാരക്കര സഹോദരിമാരെന്ന വെളിപ്പയിലേക്ക് നിങ്ങൾ ഉയർന്നു. തീർച്ചയായിട്ടും. കൊട്ടാരക്കര ഭദ്രയുമായിട്ടുണ്ടായിരുന്ന സൗഹൃദം എങ്ങനെയാണ്? ഭദ്ര ഞങ്ങളുടെ കുടുംബ സുഹൃത്തായിരുന്നു. അപ്പോൾ അവരൊരാവശ്യം പറഞ്ഞു, ഞങ്ങളത് സമ്മതിച്ചു. അങ്ങനെ കഥകളിയിൽ കൂട്ടുകൂടി. അന്ന് ഈ സ്ത്രീകളധികം വന്നിട്ടില്ലാത്തൊരു മേഖലയായിരുന്നല്ലോ അന്ന്. ഉണ്ട്. ശവറപ്പാർക്കുട്ടി എന്നൊരാളുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. എന്തായാലും അവർ ഒരു 50-55 വർഷത്തേക്ക് മേല് 55 to 60 years ഫീൽഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു പ്രചോദനമായി. ഞങ്ങളിരുവരും 42 വർഷം കൊണ്ട് ഇതിൽ പ്രവർത്തിച്ചു. 4 പതിറ്റാണ്ട് കൊട്ടാരക്കര കൂടുതലായി. അതെ അതെ. ഈ 2 പെണ്ണുങ്ങൾ കഥകളി പഠിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ വീട്ടുകാരൊന്നും പറഞ്ഞില്ലേ? വീട്ടുകാർക്ക് സന്തോഷം. സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പിന്തുണ അവർ തന്നെ എങ്ങനെയാ? അതറിയില്ല, ഞങ്ങളുടെ ഭാഗ്യം. അമ്മയും അച്ഛനും ഒക്കെ എങ്ങനെ? വലിയ അല്ല, അന്ന് എനിക്ക് അമ്മയില്ല, അച്ഛനുണ്ട്. അച്ഛൻ സപ്പോർട്ടായിരുന്നു. അച്ഛന്റെ പേര് സുബ്രഹ്മണ്യം. ഭർത്താവ് സൂര്യനാരായണൻ. അദ്ദേഹത്തിനും സപ്പോർട്ട് ചെയ്യാൻ ഒരു മനസ്സ് കുറവില്ലായിരുന്നു. അപ്പോൾ വിവാഹത്തിനൊക്കെ ശേഷമാണ് ആദ്യമായിട്ട്? ശേഷമോ, കുട്ടികൾക്ക് ശേഷം. ശരി. കഥകളി പഠിക്കാൻ പോയത്. കഥകളി പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിട്ടാണ് കരുതുന്നത്. എങ്ങനെയാണ് 29ാമത്തെ വയസ്സിൽ നമ്മുടെ ഇതിന്റെ ആദ്യ പാഠങ്ങൾ തൊട്ട് പഠിച്ചു തുടങ്ങിയത്? അതെ, നമുക്കൊരു കാര്യത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെയും അതിൻ്റെ ഒബ്സ്റ്റക്കിൾസ് മാറ്റിവെച്ച് പ്രയത്നിക്കും, പ്രവർത്തിക്കും, നേടാൻ പറ്റുന്നതൊക്കെ നേടും. ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഇരുവർക്കും ഉണ്ടായിരുന്നു. കഥകളി അതിനു മുമ്പ് ആസ്വദിക്കുമായിരുന്നു? ആസ്വദിക്കും. ഈ ബ്രാഹ്മണ സമുദായത്തിൽ പൊതുവെ അന്നൊക്കെ കഥകളി പഠിക്കണമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, ആരും വിടത്തുമില്ല. അങ്ങനെയാണ് പറ്റാതെയൊക്കെ പോയത്. അന്ന് ഈ കഥകളി മുദ്രകളൊക്കെ പഠിച്ചെടുക്കുന്ന വലിയ പ്രയാസമായിട്ട് തോന്നി? എടുത്തു. അല്ലെ, ഡാൻസ് അതിന് മുമ്പിട്ട് പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിച്ചിട്ടുണ്ട്, വലുതായിട്ടൊന്നുമില്ല, കുറച്ച്. 2 പെണ്ണുങ്ങൾ കഥകളി പഠിക്കാൻ ഇറങ്ങുമ്പോൾ ഈ പുരുഷ കേന്ദ്രീകൃതമായ ഒരു കലയാണ് കഥകളി. ആ രംഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ. എങ്ങനെയാണ് സമൂഹം ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള വേഷക്കാരും പാട്ടുകാര്, മേളക്കാര്, അതേപോലെ അണിയറയിൽ ജോലി ചെയ്യുന്ന അണിയറ ശില്പികളെന്ന് പറയും, എല്ലാവരും തന്നെ എന്തോ ഞങ്ങളോട് വളരെ സ്നേഹം പുലർത്തിയിരുന്നു. ആർക്കും ഞങ്ങളോട് വിരോധമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് സന്തുഷ്ടമായ ഒരു ജീവിതം തന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ മയ്യനാട് കേശവൻ നമ്പൂതിരിയാണ് ഞങ്ങളെ ഇരുവരെയും ആദ്യം പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു വേഷം കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി സ്ത്രീവേഷം ചെയ്യണ്ട, ഭദ്ര സ്ത്രീവേഷം ചെയ്തോട്ടെ, നിങ്ങൾ ചുവട് മാറ്റിപ്പിടിക്കാം, പുരുഷവേഷങ്ങളിലോട്ട് മാറാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പുരുഷവേഷത്തിലോട്ട് മാറിയത്. ഒരു 15ഓളം സ്ത്രീവേഷങ്ങൾ പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ പൂർണ്ണമായിട്ടും അത് ഉപേക്ഷിച്ചിട്ട് ഇത് തന്നെയായി, അതായത് ഉദ്ധത വേഷങ്ങൾ തന്നെയായി എൻ്റെ പ്രവർത്തന മേഖല. ആദ്യത്തെ ഒരു അരങ്ങേറ്റം വരെയുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? നിയർലി 10 months പഠിച്ചു. പഠിച്ചപ്പോഴേക്ക് സാറ് പറഞ്ഞു, നമുക്കൊരു അരങ്ങേറ്റം നടത്തി നോക്കാം. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു, ശരി, ഗുരുലോകത്വമൊന്നും അറിയാതെ പറഞ്ഞു പോയതാണ്. ശരി, ചെയ്യാം എന്ന് പറഞ്ഞു. 2 പേരും കുറേയൊക്കെ നല്ലപോലെ പ്രയത്നിച്ചു. സാറിൻ്റെ പിന്തുണയോടുകൂടി ഞങ്ങൾ മയ്യനാട് ജന്മംകുളം ക്ഷേത്രത്തിൽ, ഞാൻ നരകാസുരവധത്തിലെ ലളിതയും ഭദ്ര ദുര്യോധനവധത്തിലെ പാഞ്ചാലിയുമായിട്ട് അരങ്ങേറ്റം നടത്തി. അപ്പോൾ ഒരു ആത്മവിശ്വാസം സാറിനും ഞങ്ങൾക്കും കിട്ടി, ഗുരുവിനും കിട്ടി, ശിഷ്യർക്കും കിട്ടി. തുടരാം. അപ്പോൾ കൊള്ളത്തില്ലെങ്കിൽ അന്ന് വെച്ച് നിർത്താം. കൊട്ടാരക്കര വെച്ചല്ല അരങ്ങേറ്റം നടത്തിയതെന്ന് വെച്ചാൽ കൊള്ളത്തില്ലെങ്കിൽ എല്ലാവരും കൊട്ടാരക്കരയുടെ പേരുകളായിരുന്നല്ലോ. അതുകൊണ്ട് വേറൊരിടത്താണ് അരങ്ങേറ്റം നടത്തിയത്. ഇപ്പോൾ എല്ലാവരും കൊട്ടാരക്കര പഠിക്കുന്ന കുട്ടികൾ കൊട്ടാരക്കര തന്നെയാണ് അരങ്ങേറ്റം നടത്തുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെയൊക്കെ ഒരു രസകരമായ അനുഭവം തന്നെയാണ് അതൊക്കെ. പിന്നെ ഞങ്ങൾ ഇഷ്ടംപോലെ വേഷങ്ങൾ ചെയ്തു. ഒരു 1000-ൽ പരം വേഷങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ഒരു 100-ൽ കവിഞ്ഞ വിവിധ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു
എന്നെ സംബന്ധിച്ച് അത് റെക്കോർഡ് തന്നെ. ഞാൻ ഈ പുരുഷവേഷങ്ങളിലോട്ട് മാറിയപ്പോൾ മയ്യനാട് കേശവൻ നമ്പൂതിരി സാറിൻ്റെ നിർദ്ദേശപ്രകാരം നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയും കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താനും എന്നെ ആ തരം വേഷങ്ങൾക്ക് സജ്ജമാക്കി. ഇപ്പോൾ അവർ രണ്ടുപേരും ഇല്ല. കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താനാണ് കൂടുതൽ എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ. ആണുങ്ങളായ ശിഷ്യരായിരിക്കല്ലോ കൂടുതൽ ആയിരിക്കാം. അതിനിടയിലാണല്ലോ നമ്മളൊന്ന് രണ്ടുപേരെ പരിശീലിക്കുന്നത്. ഞങ്ങൾക്ക് പ്രൈവറ്റ് ക്ലാസ് ആയിരുന്നല്ലോ, സ്ഥാപനത്തിൽ പഠിച്ച ആൾക്കാരല്ല ഞങ്ങൾ ഇരുവരും. എന്നിട്ട് ഇത്രയൊക്കെ കിട്ടിയില്ലേ, സന്തോഷം. അതേ മഹാഗണപതിയുടെ അനുഗ്രഹമുണ്ട്. ഈ കഥകളി അവതരിപ്പിക്കണമെങ്കിൽ നമ്മൾ കേട്ടുള്ള ഈ പിന്നെ ഒഴിച്ചില്, ശരീരം രൂപപ്പെടുത്തല്, അങ്ങനെയുള്ളതൊക്കെ എങ്ങനെ മറികടന്നു? അങ്ങനെയൊന്നും ഞങ്ങൾ ഇരുവരും ചെയ്തില്ല. ഞങ്ങൾ സ്വയം ചെയ്യാവുന്നതൊക്കെ ചെയ്തു, അത്ര തന്നെ. സ്വയം പരവപ്പെട്ടത് അത്രേ. പുരുഷ കഥാപാത്രങ്ങൾ ചെയ്യുക എന്നതിലേക്ക് നമ്മൾ മാറിയല്ലോ. അതെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ആശാൻ നമ്മളെ പുരുഷ കഥാപാത്രങ്ങൾക്കായിട്ട് സെലക്ട് ചെയ്യുന്നത്? അത് ഒരു തരം പറഞ്ഞാൽ എൻ്റെ പൊക്കം, പിന്നെ അല്പം അനുസരിച്ച് നിൽക്കാനുള്ള പ്രവണത കുറവാണ്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ കുറച്ച് പുരുഷന്മാരെയൊക്കെ അനുസരിച്ച് നിൽക്കണമല്ലോ, പണ്ടത്തെ കുടുംബപരമാവും കഥയപരമായ കഥാ രീതിയിലും വെച്ചൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അനുസരണാശീലം ഇച്ചിരി കുറവാണ്. പിന്നെ ആകപ്പാടെ ഒരു പ്രകൃത വിശേഷം കണ്ടിട്ടാവാം അദ്ദേഹം അങ്ങനെ സജസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. റീസൺ അറിയില്ല, ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്. സ്ത്രീ വേഷങ്ങൾ അവതരിപ്പിക്കുന്നതിലാണോ നമ്മൾ കൂടുതൽ കംഫർട്ട് ആയിരിക്കുന്നത്, പുരുഷ വേഷങ്ങൾ അവതരിപ്പിക്കുന്നത്? രണ്ടും രണ്ട് തലങ്ങളാണ്. സ്ത്രീവേഷം അഭിനയിക്കണമെങ്കിൽ മുഖത്ത് ഒരുപാട് പ്രവൃത്തി അവർ ചെയ്യണം. ശാരീരികമായി പ്രവൃത്തി ചിലപ്പോൾ കുറച്ച് ലാസ്യം ഉണ്ടാവാം. പുരുഷവേഷം ആകുമ്പോൾ അങ്ങനെ പറ്റില്ല. ശാരീരികമായുള്ള മിടുക്കും കഴിവും ഒക്കെ വേണം അതിനകത്ത്. അത് ഇല്ലെങ്കിൽ അത് പ്രയാസം തന്നെ. വെച്ചാൽ ഉടുത്തുകെട്ട്, കിരീടം ഇതെല്ലാം കൂടി ആകുമ്പോൾ തന്നെ നല്ല ഒരു വെയിറ്റ് ആവും. ഇത് താങ്ങി നിന്ന് ആസ് ഇറ്റ് ഈസ് ഒരു സിവിൽ ഡ്രസ് ഇട്ട് നമ്മൾ ഓടുന്ന പോലെയും ചാടുന്ന പോലെയും പ്രവർത്തിക്കുന്ന പോലെയും ഒക്കെ ചെയ്യണ്ട. അതൊരു വിഷയമാണ്. അമ്മ, ഈ പുരുഷ കഥാപാത്രങ്ങൾ നമ്മൾ സ്വയം ചെയ്യാൻ തുടങ്ങി. അതെ. ഏതിനും നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ചും കഥകളിലെ പുരുഷ കഥാപാത്രങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ ഗാംഭീര്യം വേണം, എനർജി വേണം. അപ്പൊ അതിന് എന്തൊക്കെ ഒരുക്കങ്ങളാണ് അമ്മ നടത്തിയത്? മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക, അതാണ് ഞാൻ ചെയ്തത്. മറ്റുള്ളവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു വഴിക്ക് പോകണം എന്ന് വിചാരിച്ചു. അപ്പോഴേ നമുക്ക് ആ ധൈര്യം കിട്ടില്ലേ. അത്രേ ഉള്ളൂ. സിനിമ അഭിനയിക്കാൻ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ഒരുപാട് സിനിമകളിട്ട് കാണും. നാടകം അഭിനയിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റ് കഥാപാത്രങ്ങളെ കാണും. അതേപോലെ ഈ പുരുഷ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ആളുകളുടെ കഥാപാത്രങ്ങൾ കാണുകയോ? ധാരാളം പോയി കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരു രസമായിരുന്നു. എവിടെങ്കിലും കളിയുള്ളപ്പോൾ പോയി കാണും. ഞങ്ങളുടെ കഥ വേഷം ചെയ്തു തീർന്നാൽ ബാക്കി സമയം കിട്ടുമ്പോൾ മറ്റാൾക്കാർ ചെയ്യുന്നതിനെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിച്ചിട്ട് അതെന്താ അങ്ങനെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ആരുടെയൊക്കെ വേഷങ്ങളാണ്? താടി വേഷങ്ങളിൽ ഞാൻ ഏറ്റവും എന്നെ ആകർഷിച്ചത് രാമേന്ദ്ര ഉണ്ണിത്താൻ്റെ വേഷം. അതായത് ദുശാസനൻ, ഭഗൻ, ത്രികർത്തൻ, ഇങ്ങനെ അനേകം വേഷങ്ങൾ, കലി, ഇങ്ങനെയുള്ള അനേകം വേഷങ്ങൾ. അപ്പോൾ അത് എന്നെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചോ പറഞ്ഞാ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. ഈ പ്രത്യേകിച്ച് ഈ വേഷങ്ങളിൽ ഈ അലർച്ച, പൊട്ടിച്ചിരി, ഭയപ്പെടുത്തല്, അപ്പോൾ ഇതൊക്കെ നമുക്കെങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഒരു ചെയ്യാമല്ലോ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പറ്റിയില്ലേ. നമ്മൾ ഇപ്പോൾ ഒരു കുട്ടിയെ വഴക്ക് പറയണം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശബ്ദം കൂട്ടും അല്ലേ, ദേഷ്യം വരും. അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു കഥാപാത്രം വരുന്നു, ആ കഥാപാത്രത്തിന് അലർച്ച ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അത് അലറും. ഇത് റെപ്പറ്റേഷൻ ഉണ്ട് ഞങ്ങൾക്ക്, ചുരുക്കി എന്ന് പറയും. ഇനി അതേസമയം ഒരു നരസിംഹമാണ് വരുന്നെങ്കിൽ അതിൻ്റെ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. ഇനി ഒരു രാക്ഷസി വേഷമാണെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. ഒരു കത്തി വേഷമാണ് വരുന്നതെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. ശൃംഗാരം കലർന്ന ഒരു തരം ശബ്ദമാണ് അത്. ഇതിന് കുറച്ച് റഫായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ജെൻസ് അലർന്ന പോലെ വന്നില്ലല്ലോ എന്ന് ചോദിക്കും. ബട്ട് ലേഡിയാണ് വേഷം ചെയ്യുന്നത് നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പുരുഷന്റെ ശബ്ദവും ലേഡിയുടെ ശബ്ദവും തമ്മിൽ കുറച്ച് വ്യത്യാസം വരും. അതിപ്പോൾ എത്ര തന്നെ തലകീഴ നിന്നാലും അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ജനറ്റിക്.
അപ്പോൾ നമ്മളാൽ ഒക്കുന്നവരെ ആ ശബ്ദം അതുപോലെ കൊടുക്കാൻ ശ്രമിക്കും. കാണാൻ വരുന്ന ഒരാള് വേദിയിൽ നമ്മൾ വേഷം ഇട്ട് കഴിയുമ്പോൾ പുരുഷനാണോ സ്ത്രീയാണോ അറിയുന്നില്ല. ഡിസ്ക്രിമിനേഷൻ ഇല്ല. അവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം, ഒന്നും മാറ്റാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പുരുഷവേഷം ചെയ്യുമ്പോൾ പിന്നീട് കാണുന്ന ഒരാൾ പിന്നീട് അറിയുന്നത് ഇതൊരു സ്ത്രീ ആയിരുന്നു. അല്ല, അത് സ്ത്രീയാണെന്ന് അനൗൺസ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ വരുമ്പോൾ ഒരു പുരുഷന്റെ ഗാംഭീര്യത്തിൽ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരുമാതിരി ഒരു ലേഡിയുടെ സ്വഭാവത്തിലോട്ട് നമ്മുടെ ശരീരവും പ്രവൃത്തിയും ഒതുങ്ങിക്കഴിഞ്ഞാൽ അത് വേഷത്തിനോട് ചെയ്യുന്ന എന്താ ഒരു നീതിയല്ല. അതെപ്പോഴും കീപ്പപ്പ് ചെയ്യണം. നമ്മുടെ ഈ പുരുഷവേഷം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പലരും ഉണ്ട്. അങ്ങനെ നമ്മളെ സന്തോഷം വന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വേദികൾ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. എന്തായാലും നമ്മൾ അതിൽ നിന്ന് എന്താ യഥാർത്ഥത്തിൽ വന്ന ഭാവത്തിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കാൻ പറ്റുമല്ലോ. തീർച്ചയായും അതാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. എപ്പോഴെങ്കിലും ഈ പഴയ സ്ത്രീ കഥാപാത്രങ്ങളിൽ തിരിച്ചു പോകണമെന്നൊരു ഇല്ല, വലിയ ആഗ്രഹം. ഈ കഥാപാത്രങ്ങളോട് ചേർന്ന് പോയി. ചേർന്ന് പോയി. വർത്തമാന കാലത്ത് കഥകളിയൊക്കെ വലിയ പ്രചാരമൊക്കെ ഉണ്ടെങ്കിലും അത്ര ആസ്വാദകരുണ്ടാകുന്നില്ല എന്നൊരു പരാതി. അതിന് പല റീസൺസ് ഉണ്ട്. അതായത് പണ്ട് മുതിർന്ന ഒരു അപ്പൂപ്പൻ കൊച്ചുകുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോയി കഥകളി കാണുമായിരുന്നു. ഒരു പാതിരാത്രി കഴിയുമ്പോൾ അപ്പൂപ്പൻ ആദ്യം കാണും, പാതിരാത്രി കഴിയുമ്പോൾ കൊച്ചുമക്കളെയും കൂട്ടി വരും. അപ്പോൾ ഈ ഗോഗോവലിയൊക്കെ കേൾക്കും, കൊച്ചുങ്ങൾ അതിൽ ആകൃഷ്ടരാകുമായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം വരെ. ഇപ്പോൾ അതിനൊന്നും സാഹചര്യം അനുവദിക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്കിത് മനസ്സിലാവണമെങ്കിൽ നമ്മളവർക്ക് എന്താ ബോധവൽക്കരണ ക്ലാസ്സെന്നോ വർക്ക്ഷോപ്പെന്നോ അതിലെന്താണിപ്പോൾ പറയേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ കുറച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ അവർ കുറച്ചൊക്കെ മാറ്റം വരും. അവർ ടെക്നിക്കൽ സൈഡ് ഒരുപാട് പഠിക്കുന്നില്ലേ. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം എന്നുള്ളത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ABCD അക്ഷരം എത്ര കാലം കൊണ്ടാണ് എഴുതി പഠിച്ചത്, അതുപോലെ ഇതും പഠിക്കാം. ഇതിൽ ABCD പഠിക്കുമ്പോൾ നമുക്ക് 26 അക്ഷരമുണ്ട്, ഇത് 24 എണ്ണമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ സർവ്വമുദ്രയും കാണിക്കുന്നത്. 24 അക്ഷരങ്ങളേ ഉള്ളൂ. ഒരു നല്ല ആസ്വാദകനാകാൻ എന്തൊക്കെ വേണം? സ്റ്റോറി അറിഞ്ഞിരിക്കണം. എല്ലാം പുരാണ കഥാപാത്രങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ സ്റ്റോറി അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ റിതം, താളം അറിഞ്ഞിരിക്കണം. മ്യൂസിക് അറിഞ്ഞിരിക്കണം. മ്യൂസിക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ കഥകളിയിലെ മിക്കവാറും എല്ലാം സാംസ്ക്രിറ്റ് കമ്പൈൻഡ് ആണ് മലയാളം. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ അറിയാൻ ശ്രമിക്കണം. പിന്നെ ഈ പുരാണമായിട്ടുള്ള കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും. ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്ത ഈ സംഗതികളൊക്കെ ഉണ്ട്. അവർ കുറച്ചുകൂടി അത് മനസ്സിരുത്തിയാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. അവർക്ക് നോളജ് ഇല്ലെന്ന് ഞാൻ പറയില്ല, ഉണ്ട്. ഇവയെല്ലാം ഇൻസ്റ്റന്റ് ആവുകയാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഥകളി അല്ലെങ്കിൽ അരമണിക്കൂർ കഥകളിയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഒരാളെ അവർക്ക് മനസ്സിനൊരു സന്തോഷം കൊടുക്കാൻ പറ്റത്തില്ല. ചെയ്യാം. കലോത്സവങ്ങളും മത്സരങ്ങളൊക്കെ വന്നതോടുകൂടിയേ ഇപ്പൊ അതിനുവേണ്ടി മാത്രമായി ഒരു പഠനമായി അല്ല, അത് പഠിച്ചോട്ടെ കുഞ്ഞ്. എന്താ വെച്ചാൽ അത് പഠിക്കുന്നത് മൂലം 10 കുട്ടികൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എടുത്താൽ ഒരു കുറേ കുട്ടികൾ കഥകളി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വേഷം ആയിക്കോട്ടെ, അവരത് പഠിച്ചില്ലേ. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുമ്പോൾ ഒരു കഥകളി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വേണമെങ്കിൽ 10 മിനിറ്റ് വന്നിരുന്ന് കാണാനൊരു മനസ്സ് കാണിക്കും. പഠിച്ചാണ്. അതുകൊണ്ട് ഈ പഠിക്കുന്നവരാരും പിന്നീട് ഇതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കുന്നില്ല. അത് ജീവിത പ്രശ്നവും കൂടി ഉണ്ട് കുഞ്ഞ്. ഇതുകൊണ്ട് മാത്രം ജീവിക്കണമെങ്കിൽ കുറച്ച് കഷ്ടിയാ. ഇന്നത്തെ കാലത്തെ ചെലവ് വർദ്ധിച്ചു വരുന്നു. ഇതിൽ കിട്ടുന്ന വേതനം കൊണ്ട് ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും നടന്നെന്ന് വരില്ല. അപ്പോൾ അവൻ വേറെ ജോലിയും വേണം, ഒരു സൈഡായിട്ട് ഇതൊക്കെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച കുട്ടികൾക്കും ബെറ്ററായിട്ട് ജോലി കിട്ടുന്നില്ല. അങ്ങനെ എത്ര സ്ഥാപനത്തിൽ കുട്ടികളെ എടുക്കുന്നു, പഠിച്ച് മിടുക്കരായിട്ടുള്ള കുട്ടികളെ. പുതിയ തലമുറയിലേക്ക് കഥകളി എത്തിക്കാൻ എന്താ മാർഗം? ഇപ്പോഴത്തെ രീതി വെച്ചാണെങ്കിൽ ഈ വർക്ക്ഷോപ്പ് കൊടുക്കുന്നത് പോലെ കുറച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുത്താൽ ചിലരൊക്കെ നോക്കുന്നുണ്ട്. സപ്പോസ് കുറച്ച് മുദ്രകൾ, സൂര്യൻ ഉദിച്ചു, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നു, ഇങ്ങനെ കൊച്ചു കൊച്ചു വാർത്തകൾ, ഫ്രൈസ്, സെൻറ്റൻസ് അല്ല ഫ്രൈസ്, ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അത് ഇങ്ങനെ ആംഗ്യ ഭാഷയെ കാണിക്കാം എന്നൊരു ധാരണ വരും. അങ്ങനെ ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പോഴത്തെ മീഡിയ എന്ന് എനിക്ക് തോന്നുന്നു. ഓൺലൈൻ ക്ലാസ്സിൽ കഥകളി പഠിപ്പിക്കുന്ന പയ്യന്മാരുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർ നന്നായിട്ട് പഠിപ്പിച്ച് കുട്ടികളെയൊക്കെ വേഷം ചെയ്യിപ്പിക്കുന്നുണ്ട്. ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു ഇത് ഈ മുദ്ര പഠിച്ചാൽ തന്നെ കുട്ടികൾ ഇപ്പോൾ ഈ നാടകത്തിൽ അല്ലെങ്കിൽ അഭിനയം എന്നതുപോലെ ഇപ്പോൾ ഒരു സുന്ദരിയുടെ വർണ്ണന ഇവ എങ്ങനെയായിരിക്കും അത് നമ്മൾ കഥകളിയിലെന്ന് അവതരിപ്പിക്കുന്നത്? എങ്ങനെ ഒരു സുന്ദരിയായ സ്ത്രീയെ ഞാൻ കാണുന്നു. അപ്പോൾ അവളുടെ തലമുടിയെ ഞാൻ വിശേഷിപ്പിക്കുന്നു. അവളുടെ മുഖം, അവളുടെ പുരികം, കണ്ണ്,
മൂക്ക്, പല്ല്, കഴുത്ത്, പിന്നെ അവളുടെ നടത്ത, പിന്നെ ആകപ്പാടെ ഉള്ള ഒരു ചന്തം. ഈ ചന്തം ഒരു പാമ്പിന് ഒരു തലയുണ്ടെങ്കിൽ 2 നാക്കുണ്ട്. അപ്പോൾ 1000 തലയുള്ള അനന്തൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ 2000 നാക്കുണ്ട്. ഈ 2000 നാക്കുകൊണ്ട് പോലും ദമയന്തിയെ വർണ്ണിക്കാൻ ആ അനന്തന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ അനന്തന്റെ കാര്യം ആദ്യം പറഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ.
ഗംഭീരം. ഗംഭീരമൊന്നുമില്ല, ഒക്കുന്ന പോലെ. അതെ അതെ. അല്ല, ഇതിന്റെ മേളവും അതൊക്കെ ആകുമ്പോൾ തന്നെ കൊഴുക്കൂല്ലേ അല്ലേ? ഈ കഥകളിയിൽ ഈ എല്ലാം പുരാണ കഥകളാണല്ലോ അവതരിപ്പിക്കുന്നത്. അതെ. ഈ വർത്തമാനകാലത്തിനനുസരിച്ച് ആനുകാലിക സംഭവങ്ങളൊക്കെ കോർത്തണമെങ്കിൽ പുതിയ കഥകൾ ഉണ്ടായാൽ സ്വീകരിക്കും ഉണ്ടാവുന്നുണ്ട്, അത് സ്വീകാര്യത കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റേതുപോലെ എത്രമാത്രം സ്ഥിരം സ്റ്റേജ് കിട്ടുന്നെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നില്ല. കളിക്കുന്നുണ്ട്, കുറച്ചൊക്കെ കളിക്കുന്നുണ്ട്. ആഫ്റ്റർ 10 years നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതേസമയം ദുര്യോധനവധം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇരയിമ്മൻ തമ്പി എഴുതിയ കഥകൾ, പിന്നെ ഉണ്ണായി വാര്യർ എഴുതിയ കഥകൾ, കോട്ടയത്ത് തമ്പുരാൻ എഴുതിയത്, ഇങ്ങനെയുള്ള കഥകളൊക്കെ എന്നും അതിനൊരു പുതുമ തന്നെയാണ്. അതിൽ ഇപ്പോൾ ഞാൻ എങ്ങനെ ആ കഥാപാത്രത്തെ ചെയ്യുന്നു, അഭിലാഷ് എങ്ങനെ ചെയ്യുന്നു, ശിവപ്രസാദ് എങ്ങനെ ചെയ്യുന്നു, ഇനി ഇപ്പോൾ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി, ചെറിയ കുട്ടിയാണ്, നമുക്ക് അവർ ജൂനിയറാണ്, ആ കുട്ടി നാളെ എങ്ങനെ ചെയ്യുന്നു, ഇത് കാണാനാണ് നമ്മൾ ജനമിരിക്കുന്നത്. ക്ലാസിക്കൽ കലകളെന്ന് പറയുമ്പോൾ അതിൽ എന്നും കേട്ടതാണെങ്കിലും ഓരോരുത്തർ ചെയ്യുമ്പോഴും അതിൽ പുതുമകളുണ്ടാവാം, പുതിയ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാവാം. ബട്ട് റിങ്ങിനകത്ത് നിന്നുകൊണ്ട് തന്നെ കാണിക്കണം, അല്ലെങ്കിൽ കഥകളി അല്ലാതെ പോകും. അമ്മ ഇപ്പോൾ ഏകദേശം എത്ര വേദികൾ അവതരിപ്പിച്ചിട്ടുണ്ട്? 3000-ൽ കൂടുതൽ. 3000-ലധികം. അത് രാജ്യത്തിനകത്ത് തന്നെയാണോ? കേരളം. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഞാൻ ചെയ്തത് ദുശാസനൻ, ഭഗൻ, ത്രികർത്തൻ, വീരഭദ്രൻ, കലി, ഇങ്ങനെ അനേകം കാറ്റഗറി ഉണ്ട്. പിന്നെ രാക്ഷസീയ വേഷങ്ങളായിട്ടുള്ള നക്രവണ്ടി, സിംഹിയ, ശൂർപ്പണഖ, ഇങ്ങനെയുള്ള വേഷങ്ങൾ, കാട്ടാള വേഷങ്ങൾ, കാട്ടാളന്മാരുടെ വേഷങ്ങൾ, അത് ധാരാളം ചെയ്തിട്ടുണ്ട്. ഈ അർജുനന് പാശുപതം കൊടുക്കുന്ന ഒരു കാട്ടാളനുണ്ട്, ശിവനാണ്, സാക്ഷാൽ ശിവനാണ്, വേഷം മാറി ഇങ്ങനെ വരുന്നതാണ്. അങ്ങനെ അനേകം കഥാപാത്രങ്ങളുണ്ട്. ഇനി നളചരിതം 2-ാം ദിവസത്തിൽ ദമയന്തിയെ രക്ഷിക്കാൻ പോകുന്ന ഒരു കാട്ടാളനുണ്ട്. പാമ്പിന്റെ വായിൽ കാല് ഉടക്കി നിന്നപ്പോൾ ഇദ്ദേഹം പോയി രക്ഷിച്ചു, പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അവസാനം ദമയന്തിയുടെ ശാപവും ഏറ്റുവാങ്ങിയാണ് കാട്ടാളൻ ഭസ്മമായി പോവുകയാണ്. അപ്പോൾ അതെല്ലാം നല്ല തന്മയത്വത്തോടു കൂടി എൻ്റെ മനസ്സിന് തൃപ്തിയായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കലാകാരിയോട് ഏറ്റവും സംതൃപ്തമായ വേഷം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സിനിമാക്കാരാണെങ്കിൽ പറയും എനിക്ക് ഇന്ന കഥാപാത്രം എന്ന് പറയും. പക്ഷേ കഥകളിൽ അങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല. ഇല്ല, അങ്ങനെ പറയാറില്ല, ഞാൻ പറയാറില്ല. എനിക്ക് അലോട്ട് ചെയ്യുന്ന വേഷങ്ങൾ മാക്സിമം ശ്രദ്ധയോടും അതിനോട് നീതി പുലർത്തി ചെയ്യാൻ ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നു, ഇപ്പോഴും ചെയ്തു വരുന്നു. ഗ്രാമയായിട്ടുള്ളൊരു സൗഹൃദവും ഒരു കുടുംബ ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രാമ ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. തീർച്ചയായിട്ടും. കൊട്ടാരക്കര ശരിക്കും വേദനയുള്ള ഒരു ക്വസ്റ്റ്യൻ. നിങ്ങളുടെ 2 പേരുടെയും പേര്, കൊട്ടാര സഹോദരിമാരുടെ പേര്, അത് മാത്രമല്ല എത്രയോ നോട്ടീസുകൾ നിങ്ങളുടെ പേര് മാറിപ്പോകുന്നുണ്ട്, ഗംഗാവതി പേര് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൂടപ്പുറപ്പായിരുന്ന ഒരാൾ ഇല്ലാത്ത ഒരു ദുഃഖമുണ്ട്. എങ്ങനെയാണ് പിന്നെ ഭദ്രാമയെ അനുസ്മരിക്കുന്നത്? എങ്ങനെ? തികച്ചും മനുഷ്യസ്നേഹിയായ ഒരു സ്ത്രീ, അതിലുപരി എൻ്റെ കുടുംബ സുഹൃത്ത്, അതിലുപരി ഞാൻ ഇന്ന് കഥകളിയിൽ നിൽക്കുന്നത് അവരുടെ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഒരിടത്ത് ഇതുപോലെ ഒരു ബാലിയുടെ വേഷം നിശ്ചയിച്ചു. അപ്പോൾ നോട്ടീസിൽ കൊട്ടാരക്കര ഭദ്രാന്റെ പേരടിച്ചു. അതിൻ്റെ എഴുത്തും നോട്ടീസും ഒക്കെ വന്നു. അപ്പോഴേക്ക് അവിടെ കാണികളായിട്ടുള്ള ആ നാട്ടിലെ ആൾക്കാർ ചോദിച്ചു, അയ്യോ ഭദ്ര ബാലി കെട്ടുമോ എന്ന് ചോദിച്ചപ്പോഴേക്ക് വേറെ ഒരു ആസ്വാദകൻ പറഞ്ഞു എന്ന് കേട്ടു, ബാലി കെട്ടുന്ന ആള് വരും. അപ്പോൾ അങ്ങനെയായിരുന്നു. ഞങ്ങളെ വിളിച്ചാൽ അതെ തന്നെ, 2 പേരും ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ച്. അതല്ല, വേഷം ഇങ്ങനെ മാറി വന്നപ്പോൾ ഇങ്ങനെ ഒരാൾ ചോദിച്ചു. അതുപോലെ വേറെ ഒരു സ്ഥലത്ത് പോയപ്പോഴേക്ക് കുറച്ച് മുതിർന്ന ആൾക്കാർ, ഒരു കുടുംബവിശേഷമായിട്ട് പോയപ്പോൾ അവർ ഇതുപോലെ പരിചയപ്പെടുത്തി ഇന്നാരാണെന്ന്. അപ്പോൾ ആ മുതിർന്ന ആസ്വാദകർ പറഞ്ഞ, ആസ്വാദകരല്ല, അവർ പറഞ്ഞത് ഗംഗയെ ഞങ്ങൾക്ക് അറിയാം, സ്റ്റേജിൽ വരുമ്പോൾ അറിയാം, ഇപ്പൊ കണ്ടിട്ട് ആളെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അത് തന്നെ എനിക്കൊരു അവാർഡിന് തുല്യമാണ്. പിന്നെ ധാരാളം അവാർഡുകളൊക്കെ കിട്ടി, ഇപ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെ മീഡിയ, പേപ്പർ, ന്യൂസ് പേപ്പേഴ്സ്, മീഡിയ എല്ലാം ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ സംഘാടകർ സഹായിച്ചിട്ടുണ്ട്. ധാരാളം വേഷങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി ഗണപതി അമ്പലത്തിൽ ഈ പഠിക്കാൻ തുടങ്ങി ഇത്രയും വർഷം വരയ്ക്കും, കോവിഡ് കാലം മാറ്റി നിർത്തിയാൽ ഇതുവരെ ഒഴിവാവാതെ കൊട്ടാരക്കര അമ്പലങ്ങളിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അതെല്ലാം നമുക്കൊരു ചാരിതാർത്ഥ്യമുള്ള കാര്യം തന്നെയാണ്. മിക്കവാറും കഥകളിയിൽ പുരുഷവേഷങ്ങൾ കിട്ടുന്ന പുരുഷന്മാരായിരിക്കുമല്ലോ. അതെ. അമ്മയെ പോലെ തന്നെ പുരുഷവേഷം കിട്ടിയവരുമായിട്ട് ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ത്രീകളുമായിട്ട് സ്ത്രീകൾ ഉണ്ട്. അത് തൃപ്പൂണിത്തറ ഒരു ഗ്രൂപ്പുണ്ട്, തൃപ്പൂണിത്തറയിലെ ഒരു ഗ്രൂപ്പുണ്ട്.
അവർ പുരുഷവേഷം കെട്ടുന്ന സ്ത്രീകളുണ്ട്, ഉണ്ട്. അവിടെ പോകാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. അവതരിപ്പിക്കാറുണ്ട്. 4 പതിറ്റാണ്ടായി അമ്മ, 4 പതിറ്റാണ്ട് കഴിഞ്ഞു അതെ, കഥകളിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കഥകളി പിറന്ന കൊട്ടാരക്കരയുടെ പേര് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചേർത്ത് വെക്കുന്ന ഒരു കലാകാരിയേ ഉള്ളൂ. അല്ല, മുമ്പും ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ നമ്മൾ കൊട്ടാരക്കര എന്ന പേര് ചേർത്ത് വെക്കുന്ന ഒരു കലാകാരി. അത് നിങ്ങൾ തന്ന ബഹുമാനം. തീർച്ചയായും ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാൻ ചോദിക്കുന്നത് ഒരു അർഹമായ ഒരു അംഗീകാരം നമ്മളെ തേടി വന്നിട്ടുണ്ടോ? കിട്ടുന്നതെല്ലാം അർഹമായത് തന്നെ. കുഞ്ഞെന്നെ വിളിച്ച് എന്നെ ഒരു കാര്യത്തിന് വിളിച്ചതും ഞാൻ വിചാരിക്കുന്നു ഇത് അർഹമായ അംഗീകാരമാണ്. തീർച്ചയായിട്ടും കിട്ടും. അല്ല, ഞാൻ ചോദിക്കുന്നത് സർക്കാർ കുറച്ചുകൂടി കഥകളി ഗൗരവത്തിൽ കാണേണ്ടതല്ലേ? അതിപ്പോൾ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. സർക്കാരിൻ്റെ നയം വേറെ, നമ്മുടെ നയം വേറെ, നമ്മുടെ സുഹൃത്തുക്കളുടെ നയം വേറെ. പ്രാധാന്യത്തോടെ കഥകളിയെ കാണേണ്ടതല്ലേ? അവർ കണ്ടോട്ടെ, നമ്മളിപ്പോ പ്രസ് ചെയ്യാൻ പറ്റുമോ ആരെയൊക്കെ? 72-ാം വയസ്സിലും കഥകളി എന്ന ലോകത്ത് നിറഞ്ഞു നിൽക്കുക. ഭാഗ്യം. തീർച്ചയായും അതൊരു വലിയ ഭാഗ്യം തന്നെ. ഭാഗ്യം തീർച്ചയായും. എങ്ങനെയാ വരുംകാല കഥകളി സ്വപ്നങ്ങൾ? എങ്ങനെയാ ആവും വരെ ജനങ്ങൾ എന്നെ സ്വീകരിക്കുന്നത് വരെ ചെയ്യണമെന്നുണ്ട്. നമ്മൾ പുരുഷവേഷം കെട്ടി വേദി നിൽക്കുമ്പോൾ തന്നെ അതേപോലെ പുരുഷൻ സ്ത്രീയായി വന്നിട്ടുള്ള ഇവിടെ പടിഞ്ഞാറ്റങ്ങര അമ്പലത്തിൽ തന്നെ നമ്മുടെ ഓയൂർ രാമേന്ദ്രൻ, അദ്ദേഹത്തിന്റെ പാഞ്ചാലിയും എന്റെ ദുശാസനും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാഞ്ചാലിയും എന്റെ ദുശാസൻ, പിന്നെ കലാമണ്ഡലം രാജശേഖരൻ, ചവറപ്പാർക്കുട്ടി സ്ത്രീയാണ്. അവരുടെ കൂടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, ഭദ്രയുടെ കൂടെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ആണുങ്ങളായിട്ട് ഇപ്പോ കിരാതം വരുമ്പോ ഞാൻ കാട്ടാളനും രാമേന്ദ്രൻ കാട്ടാള സ്ത്രീയും, ഓയൂർ രാമചന്ദ്രൻ കാട്ടാള സ്ത്രീയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു വിഷമവും ഉണ്ടായിട്ടുണ്ട്. കാട്ടാളൻ അവിടെ ലീഡിങ് ആണ്, പക്ഷെ കാട്ടാള സ്ത്രീയും നമുക്ക് അവിടെ ഒപ്പം നിൽക്കാം. സ്ത്രീയല്ലേ പോട്ടെ, അങ്ങനെ മതി എന്നൊന്നും വിചാരിച്ചിട്ടില്ല, ആരും വിചാരിച്ചിട്ടില്ല. ഇനി ഒരു ദമയന്തി ഒരു പുരുഷനായിരിക്കും വരുന്നത്, ഞാനായിരിക്കും കാട്ടാളനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അത് സന്തോഷത്തോടെ അവർ നമ്മളെയും കൂടെ ലീഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ അവർക്കും അതുപോലെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കലോത്സവ വേദിയിലൊക്കെ വന്ന ഒരു കണ്ടെത്ത ഒരു പ്രധാന സങ്കടകരമായ വസ്തുതയാണ് കഥകളിയിൽ മത്സരാർത്ഥികളിൽ കൊട്ടാരക്കരയിൽ നിന്ന് ആളില്ലാതെ വരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അത് അവൻ വേറെ സബ്ജക്റ്റിലും കണ്ടായിരുന്നു. ഈ കൊട്ടാരക്കരയിലെങ്കിലും കഥകളിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നല്ലൊരു അല്ല, സ്ഥാപനം ഇവിടെ ഉണ്ട്. സ്ഥാപനം ഇവിടെ കൊട്ടാരക്കര തന്നെ ഉണ്ട്. നമ്മളിതായി സംസാരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. കൊട്ടാരക്കര തമ്പുരാൻ കഥകളി കലാമണ്ഡലം എന്നാണ് അതിൻ്റെ പേര്. അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു മത്സരം എന്നൊക്കെ പറയുമ്പോൾ സാധാരണയായിട്ട് ഒരു സ്റ്റേറ്റ് ലെവലിൽ വരെയൊക്കെ പോകണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ വരും പോരാ. ഓരോ മത്സരവും കളിക്കണ്ടേ? സ്കൂള്, സബ് ജില്ല, റവന്യൂ, സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയും ആവുമ്പോഴത്തേക്ക് ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന ആള് ബാക്കി പക്കമേളങ്ങള്, ഡ്രസ്സ്, ഇതെല്ലാം കൊണ്ടുപോകണം. അവർക്കെല്ലാം എക്സ്പെൻസ്, ടിക്കറ്റ് എടുത്ത് കൊടുക്കണം. അതേപോലെ അവരുടെ താമസ സൗകര്യം നോക്കണം. ഒരുവിധം ന്യായമായിട്ട് കൊടുക്കണ്ടേ? അവരിതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയൊക്കെ എക്സ്പെൻസ് ചെയ്യാൻ ചിലപ്പോൾ പേരൻസിന് പറ്റിയെന്ന് വരില്ല. എന്നാ ചോദിക്കും ഡാൻസിന് ചെയ്യുന്നില്ലയോ എന്ന് ചോദിക്കണം. അത് വേറെ ഒരു വിഷയം. ഇത് കുറച്ച് കഷ്ടപ്പാടാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചെയ്താൽ വിലയും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് കുട്ടികളെല്ലാന്ന് ചോദിച്ചാൽ കുട്ടികൾ തയ്യാറായി വന്നാൽ നടക്കും. പക്ഷേ ക്യാഷും വേണം. അല്ല, ഈ ഒരു പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി എത്ര നാളത് കാണാൻ പറ്റും? അത് നല്ല ക്വസ്റ്റ്യനാണ്. മറുപടി പറയാൻ ഞാൻ ആളല്ല. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പഠിക്കാൻ കുട്ടികളില്ല. അതുകൊണ്ട് അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. ചിലവുണ്ട്, ചിലവില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ന്യായമായിട്ട് എല്ലാമൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ കൊട്ടാരക്കരയുള്ള ഒരു കുട്ടി ചിലപ്പോൾ കണ്ണൂരിലായിരിക്കും മത്സരിക്കാൻ സ്റ്റേറ്റിൽ പോകേണ്ടത്. അപ്പോൾ ഇവരൊരു 6-7 പേര് ഇവിടെ നിന്ന് പോകണം. അവരുടെ താമസ സൗകര്യം എല്ലാം നോക്കുമ്പോൾ അതിന് തന്നെ ഒരു 50,000 രൂപ തികയത്തില്ല. 8 പേർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും അല്ല, ന്യായമായിട്ട് കൊടുക്കണം. അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, ലോഡ്ജിങ് എല്ലാം നോക്കണ്ടേ? അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കിക്കേ. ബാക്കി 3 മത്സരവും കഴിഞ്ഞത് ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും ഏകദേശം വേണ്ടി വരും. എല്ലാ ഒരു കണക്കുകൂട്ടല്, ചെറിയ കണക്കുകൂട്ടലാണ്. അപ്പോൾ അത്രയും ചിലവാക്കാൻ പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ അവസ്ഥ. നമ്മൾ ഈ 10,000-3000-ഓളം വേദികൾ പിന്നിട്ടെന്ന് പറഞ്ഞു. ഓരോ വേദിയും നമ്മൾ ചെല്ലുമ്പോൾ പുതിയതായിരിക്കുമല്ലോ. അതെ, പുതിയ കൂട്ടുകാരാണ് കൂടെ വരുന്നത്. പുതിയ കൂട്ടുകാരാണ്. പാട്ട്, പിന്നെ മേള വിഭാഗം, അണിയറയിലുള്ള ആൾക്കാര്, പുതിയ കുട്ടികൾ വരും, പഴയ സീനിയേഴ്സ് വരും. പഴയ അല്ല, സീനിയേഴ്സ്.
ഇപ്പൊ നമ്മുടെ മടവൂരാശാനൊക്കെ അതെ അതെ അത്രയും പ്രായമുള്ളവരൊക്കെ വരും. നമ്മളെല്ലാവരുമായിട്ട് മനസ്സിലാക്കി പോകണം. അല്ല ഇത്രയും ഈ പിന്നെ മടവൂരാശാനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ വേദിയിൽ അല്ലെങ്കിൽ വേദിയിലും സദസ്സിലൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഇവരുടെ മുന്നിൽ നമ്മളിത് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരുമല്ലോ. കുഞ്ഞെ അങ്ങനെ അല്ല വേണ്ടത്. പിന്നെ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ പറയത്തുള്ളവരൊക്കെ എല്ലാവരും ഗുരുക്കന്മാരോടൊപ്പം നമ്മൾ വേദിയിലെത്തിയിട്ടില്ല ധാരാളം എല്ലാ ഇപ്പോ കാലം കഴിഞ്ഞു പോയവരും ഇപ്പോ ഉള്ളവരും ഇനി ഇപ്പൊ വന്നിരിക്കുന്ന കൊച്ചുകുട്ടികളും എല്ലാവരുടെ കൂടെയും വേഷം ചെയ്യാറുണ്ട്. അപ്പൊ അവരെ എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിച്ചാൽ നമ്മളത് അറിയാവുന്ന പറഞ്ഞു കൊടുക്കും അരങ്ങത്ത് വരുമ്പോ. ഇനി മുതിർന്നവരാണെങ്കിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു പാറ്റേണിലാണ് വന്നത്. മനോധർമ്മ വേദിയിൽ ഒരു പ്രധാനപ്പെട്ട അതെ സംഭവമാണ്. അവരെന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി ആൻസർ ചെയ്യണം. ഇപ്പോ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നതിന് ആൻസർ പറയാൻ ഞാൻ ബാധ്യതയുള്ള ആളാണ്. തെറ്റ് പറയരുതെന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ കഥയിലെ വരികൾക്കപ്പുറം ചോദിക്കും അതിന് മറുപടി പറയണം. നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. നേരത്തെ പോകുമ്പോൾ മുതിർന്നവരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. ഏത് കഥകൾക്കൊക്കെ ഇടയിൽ അങ്ങനെയുള്ള മിക്കവാറും എല്ലാത്തിലും ഉണ്ട്. ഇളകിയാട്ടം എന്നാണ് അതിന് പേര്. പദാഭിനയം കഴിഞ്ഞാൽ ഈ നടന്റെ മനോധർമ്മത്തിനനുസരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിന് മറുപടി ഇപ്പോൾ ഒരു നായികയാണെങ്കിൽ അതുപോലെ, ഇനി എതിർത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതുപോലെ. അപ്പൊ അതിന്റെ സന്ദർഭം മനസ്സിലാക്കി നമുക്ക് അറിഞ്ഞൂടായെങ്കിൽ മുതിർന്നവരോട് ഞങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് വേഷം ചെയ്യാറുള്ളത്. അല്ല ഇപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വലിയ ആചാര്യനാണ്. ഇപ്പൊ നമ്മളൊന്ന് പരീക്ഷിക്കണമെന്ന് വെച്ചാൽ ഈ മനോധർമ്മത്തിൽ നടക്കുമല്ലോ. നടക്കും. അങ്ങനെ പരീക്ഷണം അറിഞ്ഞൂടായെങ്കിൽ ഒരു സ്മൈലിങ്ങിൽ ഒതുക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെ സന്ദർഭം ഉണ്ടാകത്തില്ല. നമ്മൾ ചോദിച്ചിട്ടേ പോകത്തുള്ളൂ. നമ്മള് മോഡൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ടേ പരീക്ഷയ്ക്ക് പോകുമെന്ന് പറയുന്ന പോലെ. അല്ലാതെ അങ്ങനെ കറക്കത്തില്ല. അങ്ങനെ അഥവാ നമുക്ക് പറ്റിയില്ല എങ്കിൽ ഒരു സ്മൈലിൽ ഒതുക്കും. അപ്പോൾ അദ്ദേഹം തന്നെ അതിന്റെ മറുപടി കാണിക്കും. അത് ആപ്റ്റായിരിക്കും. ഇപ്പോ കുറെ പൂക്കൾ ഇങ്ങനെ ഉതിർന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഒരു നായകനും നായികയും ഉദ്യാനത്തിൽ പോകുന്നു. അപ്പോൾ നായകൻ ചോദിക്കുന്നത്, ദണ്ടെ ഈ പൂക്കൾ ഇങ്ങനെ ഉതിർന്ന് വീഴുന്നു, ഇത് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. ആ നായിക എന്ത് പറയണം ന്യായമായിട്ട്? അങ്ങയുടെ വരവിനെ പുഷ്പവൃഷ്ടി കൊണ്ട് എതിരേൽക്കുന്നു. ഇതാണ് ആ നായിക പറയുന്നത്. ഇനി ആ വള്ളിക്കുടില്, ഇതോ ഒരു വള്ളിക്കുടില്, അവിടെ 2 കിളിയുണ്ട്, അല്ലെങ്കിൽ വേറെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു ഇത്, അത് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ നായിക സ്വാഭാവികമായിട്ട് എന്താ പറയണ്ടേ? അതിനുള്ളിലോട്ട് കേറാൻ എന്ന് പറയുമ്പോ ആഗ്രഹമുണ്ടോ? നാവാ നമുക്ക് പോകാം. കൈ കൂട്ടി പിടിച്ചു അദ്ദേഹം അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി. അപ്പൊ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ചോദ്യങ്ങൾക്ക് മറുപടി അറിയില്ല എങ്കിൽ ജസ്റ്റ് ഒരു ചിരിയും മൗനവും ആണ്, അല്ലാതെ ചാടിക്കാരും മരത്തേക്ക് എന്നുള്ളത് പറയാറില്ല. വർത്തമാനകാലത്തെ കുട്ടികൾക്ക് എങ്ങനെയാ കഥകളി പറഞ്ഞു കൊടുക്കേണ്ടത്? അവർ പഠിക്കാനൊക്കെ മിടുക്കരാണ്. പക്ഷേ അതിന് വേണ്ട ക്ഷമയും സൗകര്യവും ഒരുക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വേഗം പഠിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ വേഷങ്ങൾ പഠിക്കുന്ന കുട്ടികളുണ്ട്, പലയിടത്തും ഉണ്ട്. നീണ്ട ഒരു ചിട്ടയാണല്ലോ കഥകളി. വേണം. ഇപ്പോൾ കാലം മാറിയതനുസരിച്ച് പഠിപ്പിക്കുന്ന ആശാനും കുറച്ചുകൂടെ സ്പീഡിൽ പഠിപ്പിക്കുന്നു. അതിന് വേണ്ടുന്ന മാത്രം പഠിപ്പിക്കും. ബേസിക്കായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടുന്ന മാത്രം പഠിപ്പിക്കും. കുട്ടി അത് മാത്രം പഠിക്കും. അതിന് കുട്ടിക്ക് 4 സ്റ്റേജ് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് തന്നെ 4 സ്റ്റേജ് ഉണ്ടാക്കാൻ പറ്റും. അവസരങ്ങൾ കൂടുതലുണ്ട്. സ്കൂളിൽ കളിക്കാം, അടുത്തുള്ള അമ്പലങ്ങളിൽ കളിക്കാം, അതുപോലെ വേറെ ചെറിയ ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവർ അങ്ങനെ കളിക്കും. അപ്പൊ അവർക്ക് അവസരങ്ങൾ ഇപ്പോൾ ധാരാളം ഉണ്ട്, പണ്ടത്തെ പോലെ അല്ല. ഡാൻസ് പോലെ ഒരു കഥകളി പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പോൾ മോഹിനിയാട്ടാലും ഭരതനാട്യം ഇപ്പോൾ വേദിയിൽ ഇപ്പം കാസറ്റിട്ടാണ് കളിക്കുന്നത്, അതേപോലെ കഥകളിക്ക് സാധ്യമാകുമോ? സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രയാസമാണ്. വേണ്ടതുപോലെ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രയാസം. പിന്നെ ഇപ്പോൾ ഓരോ മത്സരത്തിന് ആ സ്കൂളിൽ ഓരോ മത്സരത്തിന് 15 മിനിറ്റിൻ്റെ കഥകളി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ ഒരു പോയിന്റ് മാറാൻ പറ്റില്ല. റെക്കോർഡ് ചെയ്യണമെങ്കിൽ എക്സ്പെൻസ് ഇല്ലേ? ഒരിക്കൽ റെക്കോർഡ് ചെയ്താൽ പല പ്രാവശ്യം ഉപയോഗിക്കാം, അത് ശരിയാണ്. പക്ഷെ അത് തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനോധർമ്മമായിട്ട് ആ കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കർമ്മീരവരം അരമണിക്കൂർ ഒതുക്കിയ ഒരു കഥകളി, അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അടുത്ത വിദ്യാർത്ഥിക്ക് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷം അത് ഉപയോഗിക്കാം. അതിനോട് വലിയ താല്പര്യം എനിക്ക് തോന്നുന്നില്ല. ഇനി ഭാവിയിൽ അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, വേറെ മാർഗമൊന്നുമില്ല. അമ്മയ്ക്ക് ശിഷ്യരുണ്ടോ? ആരെയും കഥകളി പഠിപ്പിക്കാറില്ല. ഇല്ല. ഞാൻ ചെയ്യുന്ന ഈ വേഷമൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനൊക്കെ കുറച്ച് പാടാണ്. അവർക്കൊക്കെ കൃഷ്ണന്റെ വേഷം,
ദമയന്തിയുടെ എന്താ രുക്മിണിയുടെ വേഷം, ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് വലുതാവട്ടെ. ഞങ്ങളൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്താണ് വലിയ വേഷങ്ങളിലോട്ട് പോയത്. വലിയ വേഷം ആദ്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് ശരി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വരുന്നെങ്കിൽ വന്നോട്ടെ, ഭാവി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഥകളിയുമായിട്ട് നടന്ന ഓണക്കാലം എങ്ങനെയായിരുന്നു? അയ്യോ, ഓണാഘോഷത്തിനൊക്കെ ധാരാളം കളിക്ക് പോയിട്ടുണ്ട്. ഓണാഘോഷത്തിൻ്റെ കളിക്ക് തന്നെ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഓണാഘോഷത്തിന് കളികൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഇരുവരും പോയിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷം. പക്ഷേ അന്ന് കാണാൻ വരുന്നവര് മൂവിങ് പോപ്പുലേഷനാണ് ട്രിവാൻഡ്രത്തല്ലേ. അവർ വരും, കുറച്ച് കാണും, അങ്ങ് പോവും. അടുത്ത വേറെ 25 പേര് വരും, അവരും കുറച്ച് കാണും, പോവും. 3 hours 4 hours ഒക്കെ കളി കാണത്തുള്ളൂ. പക്ഷേ അവർ ഓണത്തിൻ്റെ ലൈറ്റ് കാണാനും വേറെ പരിപാടി കാണാനും ഒക്കെ അങ്ങ് പോകും, അടങ്ങിയിരുന്ന് കാണത്തില്ല. തിരുവനന്തപുരത്തായാലും നടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓണം എങ്ങനെയാ വീട്ടിൽ എങ്ങനെയാ ആഘോഷം? സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൽ എങ്ങനെയൊക്കെയാണോ ഓണം കൊണ്ടാടുന്നത് അത് തന്നെയാണ് ഞങ്ങളും ഫോളോ ചെയ്തത്. കുടുംബം മക്കളൊന്ന് ശരി പറയാം. ഭർത്താവ് സൂര്യനാരായണൻ സിൻഡിക്കേറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർഡാണ്. മക്കൾ 2 പേർ, ഒരാൾ പ്രതാപ്, അടുത്ത് സൂര്യചിത്ര. 2 പേരും വിവാഹിതരാണ്. പ്രതാപിന് 1 മകൻ, സൂര്യചിത്രയ്ക്ക് 2 മക്കൾ. പ്രതാപും സൂര്യചിത്രയും ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ മാത്സ് അധ്യാപകർ. മക്കളിൽ ആരെങ്കിലും കഥകളി രംഗത്ത് വല്ലതും പഠിക്കുകയോ? മകള് കുറച്ച് നാള് ചെയ്തിരുന്നു, പിന്നെ അത് പറ്റിയില്ല. കൊച്ചുമക്കളാരും അതിലോട്ട് വന്നിട്ടില്ല. അത്രയുള്ള പ്രായമായിട്ടുള്ളൂ. കൊച്ചുകൂടൊക്കെ ആവട്ടെ. ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? വരട്ടെ, അവരും കൂടെ ആലോചിക്കട്ടെ, അവരുടെ പേരൻസും കൂടെ ആലോചിക്കണ്ടേ. ഞാൻ പറഞ്ഞ മതിയോ? വരും കാലവും കഥകളിയും കൊട്ടാരക്കര ഗംഗയും വളരെ മനോഹരമായ ഒരു ജീവിതമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണാശംസകൾ. ഇതിനിടയ്ക്ക് രൗദ്രശ്രീ എന്നൊരു ബഹുമതി കിട്ടി. അത് വളരെ കേമായിട്ട് തന്നെ തോന്നുന്നത്. ആ പേര് കേട്ടാൽ തന്നെ ഒരു രൗദ്രതയുണ്ട്, രൗദ്രം. അപ്പോൾ അതിനെ ചിലര് ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് രൗദ്ര ശ്രീമതി എന്നാക്കി. അപ്പോൾ അത് ഒരു സന്തോഷമുള്ള കലാമണ്ഡലത്തിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വിവിധ സഭകളുടെയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആവുന്നവരെയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു മനസാന്നിധ്യത്തോടു കൂടി ഇന്ന് നിങ്ങൾ എന്നോടൊപ്പം കൂടിയതിനും ഞാൻ നിങ്ങളോടൊപ്പം കൂടിയതിനും ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കുന്നു. നന്ദി, നമസ്കാരം. രൗദ്ര ശ്രീമതി അല്ല, രൗദ്ര ശ്രീമാൻ തന്നെയാണ്.